ഇന്ത്യൻ ജനത ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വിനിയോഗിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഒറ്റ കാരണമായിരിക്കും ഇത്തവണത്തെ BJPയുടെ ഭരണം ഇല്ലാതാവാനുള്ള കാരണം. ഒന്നാം കർഷക പ്രക്ഷോഭ സമയത്ത് ഞങ്ങൾക്ക് കുടിവെള്ളം നിരോധിച്ച ഒരു കാലമുണ്ട്. കുടിവെള്ളം, കർഷക സമരം നടത്തുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആഹാരവും വെള്ളവും നിഷേധിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. ശരത് പവാറിൻ്റെ NCPയിൽ നിന്ന് അയാളുടെ മരുമകൻ അജിത് പവാറിനെ ED കാണിച്ച് പേടിപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് അവർ ആ സർക്കാർ ഉണ്ടാക്കിയത്. ആ സർക്കാരിനെ ആളുകൾ വെറുക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കർഷക സമരവും അതേപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവും ഇത്തവണ ഇലക്ഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കും? മോദി ഗവൺമെൻറ് അട്ടിമറിക്കാൻ ഇത് സഹായകമായി തീരുമോ? ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനായി കിസാൻ മസ്ദൂർ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായ PT ജോൺ, അദ്ദേഹം മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രമായി കർഷക സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. നമസ്കാരം. അതായത് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഡൽഹിയെ ഇന്ത്യയിൽ ഉലച്ചിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് BJP ഏറ്റവും അധികം ശക്തമായി അവർ പ്രശ്നമാണെന്ന് കരുതുന്നു. കർഷക സമരമാണ്. രണ്ടാമത് ഇപ്പം കെജ്രിവാളിൻ്റെ വരവാണ്. ഈ സന്ദർഭത്തിൽ ഇന്ത്യയിൽ എന്തെങ്കിലും ഭരണമാറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വിനിയോഗിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതെന്തുകൊണ്ടെന്നാൽ ജനങ്ങളാകെ മനസ്സിലാക്കിയിരിക്കുന്നു രാജ്യത്തിൻ്റെ ജനാധിപത്യം, രാജ്യത്തിൻ്റെ മതേതരത്വം, രാജ്യത്തിൻ്റെ ഭരണഘടന, രാജ്യത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും വലിയ രീതിയിൽ മലീമസമാക്കപ്പെടുകയോ നാശത്തിലെത്തിക്കുകയോ ചെയ്യുക മാത്രമല്ല, അവിശ്വസനീയമായ രീതിയിൽ ജനങ്ങളിൽ ശത്രുത പലർത്തുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ, സ്നേഹബന്ധത്തെ, സൗഹാർദ്ദത്തെ എല്ലാം കുടിലമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ കഴിഞ്ഞ 10 കൊല്ലമായി അവർ കണ്ടുകൊണ്ടിരുന്നുവെങ്കിലും അതതിൻ്റെ മൂർധന്യത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മൂർധന്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിന് ആധാരം എന്ന് പറയുന്നത് രാമക്ഷേത്രം കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫലപ്രദമാവുന്നുണ്ടാവില്ല. പലതരത്തിലുള്ള വർഗീയ വിഭജനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് വിജയകരമാവുന്നില്ല. ഗ്യാരണ്ടി, പലതരം ഗ്യാരണ്ടികൾ പറഞ്ഞ് അവസാനത്തെ ഗ്യാരണ്ടിയും വർക്കൗട്ടാവുന്നില്ല എന്ന് വരുന്നിടത്ത് ഏറ്റവും താത്തിച്ചെത്തി വില കുറഞ്ഞ തരത്തിൽ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി നടത്തുന്ന പ്രചരണങ്ങൾക്കിടയിലാണ് രക്തസാക്ഷിയാക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവ്. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലൊരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല. അരവിന്ദ് കെജ്രിവാൾ ഒരു സർവീസ് സെക്ടറിൽ നിന്നുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. രാജ്യത്തെ ഭരണകൂട അഴിമതികൾ കണ്ട് മടുത്ത് ജനിച്ച നാട്ടിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ എന്തെങ്കിലും വഴി കാണണമെന്ന് തീരുമാനിച്ചിറങ്ങിപ്പുറപ്പെട്ട് രാഷ്ട്രീയത്തിലെത്തിപ്പെട്ട ഒരാളാണ്. ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ അല്ല. അങ്ങനെ വന്ന ഒരാൾ അങ്ങേരുടെ കയ്യിൽ ഒരു ചെറിയ നാടിൻ്റെ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ അധികാരം ഉപയോഗിച്ച് ആ നാട്ടിലെ സാധാരണക്കാരായ, തൊഴിലാളികളായ, അഭയാർത്ഥികളായ, ദരിദ്രരായ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് വായ കൊണ്ട് പ്രസംഗിക്കുകയല്ല, ഒരു ഭരണകൂടത്തെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ ജനതയ്ക്ക് എത്ര സംരക്ഷണം നൽകി എന്നുള്ളത് വളരെ വ്യക്തമായൊരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടാൽ ആ ജയിലറയിലേക്ക് പോകുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തിരിച്ചു വരും. ഇന്നലെയും കേജ്രിവാൾ പറഞ്ഞു, ഞാനിതാ വന്നിരിക്കുന്നു. നിങ്ങളെങ്ങനെ കള്ളനാണ് എന്ന് ഭരണകൂടം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അത് ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് കേജ്രിവാളിൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഒറ്റ കാരണമായിരിക്കും ഇത്തവണത്തെ BJPയുടെ ഭരണം ഇല്ലാതാവാനുള്ള കാരണം ഇത് കളവാണെന്നും ED എന്ന സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട്
ഏതൊരു രാഷ്ട്രീയക്കാരനെയും അവർക്ക് ശത്രുതയുള്ള ഏതൊരാളെയും പിടിച്ചകത്തിടാനും അറസ്റ്റ് ചെയ്യാനും അവരുദ്ദേശിക്കുന്ന രീതിയിൽ തകിടം മറിക്കാനും ഏത് ഭരണകൂടങ്ങളെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും, അതൊക്കെ മഹാരാഷ്ട്ര ഇലക്ഷനിലൊക്കെ ഇതാണല്ലോ സംഭവം. ഏത് ഭരണകൂടങ്ങളെ ഉണ്ടാക്കാനും ED ഉപയോഗിക്കാം, സുപ്രീം കോടതിയെയും ഇലക്ഷൻ കമ്മീഷനെയും ദുരുപയോഗിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് ജനങ്ങൾ അവധാനതയോടുകൂടി ചിന്തിക്കാൻ കേജ്രിവാളിൻ്റെ അറസ്റ്റും കേജ്രിവാളിന് പുറത്തുവിടലും ജാമ്യവും ഇപ്പോൾ വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. അതോടൊപ്പം കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, ഒന്നാം കർഷക പ്രക്ഷോഭ സമയത്ത് ഞങ്ങൾക്ക് കുടിവെള്ളം നിരോധിച്ച ഒരു കാലമുണ്ട്. കുടിവെള്ളം, കർഷക സമരം നടത്തുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആഹാരവും വെള്ളവും നിഷേധിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു ശംഭു ബോർഡറിൽ, സിംഗു ബോർഡറിൽ. അന്ന് ഞങ്ങൾക്ക് വെള്ളം തന്ന്, ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി തന്ന്, ഞങ്ങളെ ആ സമര കേന്ദ്രത്തിൽ നിലനിർത്തിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ഭരണാധികാരിയായിട്ട് പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ടായാലും അദ്ദേഹം കർഷകർ നടത്തുന്നത്, അന്നദാതാക്കളാണവർ, അവരുടെ അവകാശങ്ങൾ കേൾക്കണം, അവരുടെ അവകാശങ്ങൾ നൽകണം, അവരോട് വെടിയുണ്ടയുടെ ശബ്ദത്തിലല്ല അന്യരാജ്യക്കാരനോട് കാണുന്ന സമീപനം കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന ഒരു നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോൾ ഈ രണ്ടാം കർഷക പ്രക്ഷോഭം പഞ്ചാബിൽ നടക്കുമ്പോഴും, പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടതാണ്. ഹരിയാന ബോർഡറിൽ അമൃത്സറിൽ നിന്നാണ് പുറപ്പെട്ടത്. ഹരിയാന ബോർഡറിൽ അംബാലയ്ക്കടുത്ത് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഹരിയാന ഗവൺമെൻറ്. പഞ്ചാബ് ഗവൺമെൻറ് ഞങ്ങളുടെ പേരിൽ ഒരു കേസെടുത്തിട്ടില്ല ഇന്നേ വരെ, കാരണം ആം ആദ്മി ഗവൺമെൻറ് അവിടെയുള്ളത്. പക്ഷേ ഹരിയാന ഗവൺമെൻറ് ഞങ്ങളുടെ പേരിൽ കേസെടുക്കുക മാത്രമല്ല, ഞങ്ങളുടെ കർഷക നേതാക്കന്മാരായ 9 ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു ഹരിയാന ഗവൺമെൻറ്. എത്രയോ ആളുകളെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നു ഹരിയാന ഗവൺമെൻറ്. നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ ഇനി 261 സീറ്റാണ് ഇലക്ഷൻ നടക്കേണ്ടത്. ഇനി ആ ഇലക്ഷനിൽ പ്രധാനമായിട്ട് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഡൽഹി അങ്ങനെ പോണു ഏരിയയൊക്കെ. ഈ ഏരിയയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും? 261 സീറ്റ് BJP സീറ്റുകളാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ റിലീസോട് കൂടി ഡൽഹി മുതൽ ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ, ജമ്മു കാശ്മീർ മുകളിലോട്ടുള്ള 5ഉം ഒറ്റ സീറ്റ് കിട്ടില്ല BJPക്ക്. ഒരു നോട്ട് ഈവൻ 1 സീറ്റ്. ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഉത്തർപ്രദേശിൽ 50 സീറ്റുകൾ ഇവർ കൊണ്ടുപോകുന്നതാണ്, ഇന്ത്യ മുന്നണി കൊണ്ടുപോകുന്നത്. അത് എത്രമാത്രം വാസ്തവമായി? 2 കാര്യങ്ങൾ UPയുടെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഒന്ന്, BJPക്കെതിരായി ഇന്ത്യ മുന്നണി വളരെ കെട്ടുറപ്പുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ ഒരു B ടീമായി പ്രവർത്തിക്കുകയായിരുന്നു നമ്മുടെ BSP മായാവതി. അവിശ്വസനീയമായ രീതിയിൽ ഹൈലി സ്ട്രാറ്റജിക്കലായിട്ട് സ്ഥാനാർത്ഥികളെയും ഇലക്ഷൻ സ്ട്രാറ്റജിയും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ മായാവതി. അതിൻ്റെ റിസൾട്ട് ഉറപ്പായും BJPക്കെതിരായിട്ടുള്ള വലിയ ഷോക്ക് മായാവതി കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വിസിബിൾ അല്ലെങ്കിലും ബുന്ദേൽഖണ്ഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അത്ര കണ്ട് ദളിത് ആദിവാസി കൺസോൾട്ടേഷനുള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ബുന്ദേൽഖണ്ഡിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് BJPക്കാർ. തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ബുന്ദേൽഖണ്ഡിൽ നിന്ന് തന്നെ, ജീവൻ രക്ഷപ്പെട്ടത്. അന്ന് ഞങ്ങൾക്ക് നോ വോട്ട് BJP ക്യാമ്പയിനാണ്. ഞങ്ങളന്നും നോ വോട്ട് BJP ക്യാമ്പയിനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല, നമ്മൾ ഇതല്ലേ സംസാരിക്കുന്നത്. ബീഹാറിൽ എന്തായിത്തീരും? ബീഹാറിലെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് നിതീഷ് കുമാർ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി, ആളുകൾ മടുത്തു. ആളുകൾ അയാളെ കൊണ്ട് മടുത്തു. അയാളാണ് ഏറ്റവും വലിയ ഐക്കൺ, തെരഞ്ഞെടുപ്പിൻ്റെ ഐക്കണും അയാൾ. സീറ്റ് NDAക്ക് കിട്ടും? എത്ര സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടാൻ? 20 സീറ്റിൽ കുറയാതെ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. 40 സീറ്റിൽ 20 സീറ്റ് കിട്ടും. കാരണം തേജസ്വി യാദവിൻ്റെ ക്യാമ്പയിൻ, തേജസ്വി യാദവ് ഒരു റാലിയിൽ അയാൾ പ്രസംഗിക്കുന്നില്ല. അയാൾ മോദിയുടെ പ്രസംഗം കേൾപ്പിക്കുകയാണ് അയാളുടെ ഫോണിൽ നിന്ന്. അയാളുടെ മൊബൈലിൽ നിന്ന് ജനങ്ങളോട് മോദിയുടെ പ്രസംഗം കേൾക്കാൻ പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ആർക്ക് വോട്ട് ചെയ്യണം. അല്ലാതെ തേജസ്വി യാദവ് വല്ലാതെ പ്രസംഗിക്കുന്നൊന്നുമില്ല. മാത്രമല്ല
വലിയ രീതിയിലുള്ള അടിയൊഴുക്ക് ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ചിരിക്കുന്ന ജാതി കളിയൊന്നും അവിടെ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഇന്ത്യ മുന്നണിക്ക് എത്ര പ്രതീക്ഷിക്കുന്നു? BJP എത്ര പ്രതീക്ഷിക്കുന്നു? എനിക്ക് ഒരു 50-30 ഞാൻ കാണുന്നത്. കാരണം ഞാൻ അത്ര ചെറുതായി കാണാത്തത് കൊണ്ടാണ്. 30 സീറ്റ് എന്തായാലും ഇന്ത്യ മുന്നണി UP നേടുന്നതാണ് എൻ്റെ രാജസ്ഥാനിൽ ഗംഗാനഗർ ബെൽറ്റ് മുതൽ മുകളിലോട്ടുള്ള പ്രദേശങ്ങൾ മുഴുവൻ കർഷകർക്ക് വലിയ സേയുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബി കർഷകർ ഒരുപാട് അവിടെ ആകെ 25-ൽ BJPക്കായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ 10 സീറ്റ് ഉറപ്പായിട്ടും BJPക്കെതിരായി പോയിരിക്കും. ഇന്ത്യ മുന്നണിക്ക് കിട്ടും. മധ്യപ്രദേശിൽ അടിസ്ഥാനപരമായ പ്രശ്നം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഓർഗനൈസേഷണൽ മെക്കാനിസം ഭയങ്കര ദുർബലമായി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷേ എന്നാലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ചേർന്നുണ്ടായ ഒരു നെറ്റ്വർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് കഴിഞ്ഞതിൽ നിന്നും 7-8 സീറ്റുകൾ വരെ ഇത്തവണ നോർമൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ഒരു 7-8 സീറ്റ് ഇനി ചിലപ്പോൾ ഈ പറഞ്ഞ ഇതിന് ഈ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള അടിയൊഴുക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെയും സംഗതി എന്ന് പറയുന്നത് അവിടെ നിൽക്കില്ല, എല്ലായിടത്തേക്കും പോകല്ലേ. മഹാരാഷ്ട്ര 48 സീറ്റിൽ ഏറ്റവും കുറഞ്ഞത് 25 സീറ്റ് BJPക്കെതിരായി വന്നിരിക്കും. കാരണം എല്ലാവരെയും കൂറുമാറ്റിക്കുകയാണ് ചെയ്തത്. ആ കൂറുമാറ്റിച്ചുണ്ടാക്കിയ സർക്കാരിനെ ആളുകൾ അപഹസിക്കുന്നു. ശിവസേനയെ പേടിപ്പിച്ചിട്ട് അടർത്തിയെടുത്തു. ശരത് പവാറിൻ്റെ NCPയിൽ നിന്ന് അയാളുടെ മരുമകൻ അജിത് പവാറിനെ ED കാണിച്ച് പേടിപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് അവർ ആ സർക്കാർ ഉണ്ടാക്കിയത്. ആ സർക്കാരിനെ ആളുകൾ വെറുക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയും. മറ്റേ താങ്കൾ ഇപ്പം പറഞ്ഞ ഡൽഹി, പഞ്ചാബ്, അതേപോലെ ഹരിയാന, ഹിമാചൽ പ്രദേശ്, ശ്രീനഗർ വരെയുള്ള ഏരിയ കംപ്ലീറ്റ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. BJPക്കെതിരെ തീരുന്നു. നമ്മൾ അതിലേക്ക് പോകണ്ട. ഈ ഭാഗത്ത് എടുക്കുമ്പോൾ കേരളത്തിൽ എന്തായിരിക്കും 20 സീറ്റ്? കേരളത്തിലെ 20 സീറ്റിൽ ഒരു കാരണവശാലും BJPക്ക് ഒന്നും കിട്ടാൻ പോകില്ല. സുരേഷ് ഗോപി ജയിക്കില്ല, ഒരു കാരണവശാലും ജയിക്കില്ല. തിരുവനന്തപുരം ജയിക്കില്ല, ഒരു കാരണവശാലും ജയിക്കില്ല. ശശി തരൂരൊക്കെ ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം കേരളം 20 സീറ്റ് സെക്യൂർഡ് ആണ് ഇന്ത്യ മുന്നണിക്ക്. ഈ തമിഴ്നാട്ടിലെ അടക്കുമ്പോൾ 39 സീറ്റ് കിട്ടില്ല BJP. 39 അവിടെ പോയി. അപ്പം പിന്നെ 39 പുതുച്ചേരിയും കൂടി കൂടുമ്പോൾ 40 സീറ്റ്. അപ്പൊ 60 സീറ്റ് സെക്യൂർഡ്. കർണാടക എന്തുമാത്രമാണ്? 28 സീറ്റുള്ള സ്ഥലമാണ് കർണാടക. പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് സ്കാൻഡൽ അല്ലല്ലോ, രതിവൈകൃതങ്ങളുടെ ഒരു മേളാങ്കാണ് അത് കേവലം കർണാടകയെ മാത്രമല്ല, കർണാടക, തെലങ്കാന, ആന്ധ്ര ഈ 3 സംസ്ഥാനങ്ങളിലും പ്രജ്വൽ രേവണ്ണയും BJPയും നരേന്ദ്രമോദിയും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. 3 സ്റ്റേറ്റിൽ. അല്ല, ഇതിൽ പ്രജ്വൽ രേവണ്ണയെ എനിക്ക് വേണം, എനിക്ക് തരൂ നിങ്ങൾ എന്നാണ് നരേന്ദ്രമോദി അവിടെ ക്യാമ്പയിനിൽ പ്രസംഗിച്ചത്. ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പോയിട്ട് പ്രസംഗിച്ചത് ഇയാളെ എനിക്ക് വേണം, നിങ്ങൾ തരൂ എന്ന് പറഞ്ഞാൽ ജയിച്ചാൽ പ്രജ്വൽ രേവണ്ണ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണെന്നാണ് ജനങ്ങൾക്ക്. കാരണം ഘടകകക്ഷി 3 സീറ്റ് കൊടുത്താണല്ലോ അവർക്ക്. അപ്പോൾ ആ മാതിരിയുള്ള ലുംബൻ എലമെൻസിനെ അത് കൃത്യമായി തെലങ്കാനയിലെ 14 സീറ്റിൽ ഒറ്റ സീറ്റ് BJPക്ക് കിട്ടില്ല. തെലങ്കാന 17 സീറ്റിൽ ഒന്നും കിട്ടില്ല. കർണാടകത്തിൽ പരമാവധി വന്നാൽ 6 സീറ്റ് കിട്ടും. 22 സീറ്റ് അവർക്കെതിരായിട്ട് പോകും. ഇന്ത്യ മുന്നണി കിട്ടും. പിന്നെ ആന്ധ്രാപ്രദേശാണ് അവർക്ക് പ്രധാന. ആന്ധ്രാപ്രദേശിൽ എന്ത് സംഭവം എന്ന് വെച്ചാൽ YSR കോൺഗ്രസിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തെലുങ്ക് ദേശവുമായിട്ടുള്ള ഒരു ഇക്വേഷനിൽ ചിലപ്പോൾ കുറച്ച് സീറ്റ് പിടിച്ചേക്കാം. അവിടെ കോൺഗ്രസിന് സീറ്റ് കിട്ടുമോ? കോൺഗ്രസിന് കടപ്പയിൽ മത്സരിക്കുന്ന YSRൻ്റെ മകൾ ഒരു പക്ഷേ ജയിച്ചേക്കാം. പക്ഷേ എന്നാലും ശർമിള അത് ഇൻ ഫ്യൂച്ചർ YSR കോൺഗ്രസ് പാർട്ടി തകർന്നാലും
അവിടെ ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരു വലിയ ലീഡർഷിപ്പ് കൊടുക്കാൻ ശർമ്മിളയ്ക്ക് സാധിക്കും നാളെ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അവിടെ വലിയ സീറ്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ. അല്ല, ഇനിയിപ്പോൾ YSR കോൺഗ്രസ് ആണ് ജയിച്ചു വരുന്നതെങ്കിൽ അത് ബി ജെ പിയുടെ കൂടെ പോയിക്കൊള്ളുന്നില്ല. ബി ജെ പി അതായത് കോൺഗ്രസിന് കിട്ടില്ലെങ്കിലും YSR കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് YSR കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെയായിരുന്നു. ഇത്തവണ ഗുജറാത്ത് എന്തായിരിക്കും? ഗുജറാത്ത് 26 സീറ്റുണ്ട്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേരുന്ന ഒരു അലയൻസിൽ നിന്ന് ഈ വർഷം ബറൂച്ച് ഉൾപ്പെടെ ഒരു 6 സീറ്റുകൾ കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ട. ഇരുപത്താറിൽ ബി ജെ പി ഉറപ്പിച്ചിട്ടുള്ള സീറ്റാണ്. ബറൂച്ച് എന്തായാലും തോൽക്കുന്ന കാര്യത്തിൽ സംശയം. കാരണം ആം ആദ്മി പാർട്ടിക്കും കുറച്ച് റൂട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ദൗർബല്യാവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ കൊഴിഞ്ഞു പോവലല്ല, പിടിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം അവർ അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അവരുടെ മുദ്രാവാക്യം ഗുജറാത്തിലാണ് അവർ ട്രയൽ ചെയ്തത്. ഒറീസയിൽ 21 സീറ്റാണുള്ളത്. 44 MLA നിയമസഭാ സീറ്റ് നടക്കുന്നു. ഒറീസ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബി ജെ പിക്ക് പിന്തുണ കൊടുത്തിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു BJD. ഇപ്പം BJD അവരുടെ കൂടെ ഇല്ല, ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. നവീൻ പട്നായിക്കിന് ആ ഭരണകൂടത്തിനും എതിരായി ജനവികാരം ഉയരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം ബി ജെ പിക്ക് കിട്ടും. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക്കിനെതിരായ ഒരു വികാരം ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. കാരണം അത് ഒരു കൾച്ചറൽ ബേസ് ഉണ്ട് അതിനകത്ത്. ദളിത്, ആദിവാസി, ഫിഷ് വർക്കേഴ്സ് ഇങ്ങനെ പറഞ്ഞ ഒരു വർക്കിംഗ് ക്ലാസ് ഫിലോസഫിയുടെ ഒരു സാധനം അവിടെ നന്നായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവർ വിചാരിക്കുന്ന തരത്തിൽ നവീൻ പട്നായിക്കിനെതിരായിട്ടുള്ള സാധനം ഉണ്ടായി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അവിടെ എത്ര സീറ്റ് കിട്ടാം? BJP എത്ര സീറ്റ് കിട്ടാം? നവീൻ പട്നായിക്ക് എത്ര കിട്ടാം? കോൺഗ്രസ് എത്ര കിട്ടാം? ഒറീസ നവീൻ പട്നായിക്കിനെതിരായി മൊത്തം കാരണം 10-15 കൊല്ലമായി ഭരിക്കാൻ തുടങ്ങിയിട്ട് ആരാണെങ്കിലും കൂടുതൽ കാലം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻകംബൻസി വരാമല്ലോ. അങ്ങനെ ഒരു പക്ഷേ ഇതാണെങ്കിൽ ഹൈ ഡെൻസിറ്റി ക്യാമ്പയിനാണ് BJP നടത്തിയിട്ടുള്ളത്. പണം കൊടുക്കുകയാണ് പലർക്കും. അത് നിങ്ങൾക്ക് പണത്തിനൊരു കുറവില്ലല്ലോ. 1000, 2000, 4000, 6000, 10,000 ഒക്കെ വീടുകളിൽ കൊണ്ടുപോയി ക്യാഷ് കൊടുക്കുകയാണ്. എനിക്ക് വയനാട്ടിലറിയാമല്ലോ, കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിലെ എല്ലാ ആദിവാസി കുടിയിലും വേണമെങ്കിൽ പണം കൊണ്ടു കൊടുക്കുകയാണ്, സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ്. ഒന്നിനും കുറവില്ലല്ലോ, എന്തിനാണ് കുറവുള്ളത്? അപ്പോൾ അത്തരം സമ്മർദ്ദങ്ങളെ എങ്ങനെ ആളുകൾ മറികടക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒന്ന് ഒറീസ എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ മൈനിങ് ലോബികളുടെ കേന്ദ്രങ്ങളാണ്. ആ മൈനിങ് ലോബികൾ എന്നൊക്കെ പറയുന്നത് ഈ അദാനി, അംബാനി ഇതുപോലുള്ള വലിയ വലിയ കൂട്ടരല്ലേ. അവർ അദാനിക്കും പിന്നെ അമിത്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. എന്നാലും എത്ര സീറ്റ് താങ്കൾ പെട്ടെന്ന് പറയുമ്പോൾ? എനിക്ക് ഒറീസ നവീൻ പട്നായിക്ക് 50%-ൽ കുറയാതെ സീറ്റ് പിടിക്കുന്ന 10 സീറ്റ് അദ്ദേഹം പിടിക്കും, 10 സീറ്റ് BJP പിടിക്കും. ഒരു സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടുമോ? ഞാൻ കരുതുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ അവിടെ പരിശോധിക്കണ്ട. പിന്നെ ബംഗാളാണ്. ബംഗാളിൽ എന്തായിരിക്കും സ്ഥിതി? വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസ് ചെയ്ത മണ്ടത്തരം എന്ന് പറയുന്നത് മമതാ ബാനർജി കൊടുക്കാമെന്ന് പറഞ്ഞ 2 സീറ്റ് സ്വീകരിക്കാതിരുന്നു എന്നുള്ളത് ഒരു മണ്ടത്തരമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് നേടിയ ഒരു സ്റ്റേറ്റാണത്. അവരെ തകർക്കേണ്ടത് ആവശ്യം. കോൺഗ്രസിന്റെ 10 വോട്ടെങ്കിൽ 10 വോട്ട് കൂടി മമതയോടൊപ്പം കൊടുത്തുകൊണ്ട് BJPയെ തോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1-2 സീറ്റുകൾ ചിലപ്പോൾ കോൺഗ്രസ് കഷ്ടിച്ച് ജയിച്ചു വന്നേക്കാം. മമതയുടെ പ്രഡിക്റ്റബിൾ അല്ല ഇന്നിപ്പോൾ സിറ്റുവേഷൻ. എന്താ വെച്ചാൽ മമതയുടെ എല്ലാ തരത്തിലും മമത ഒരു ലീക്ക് പ്രൂഫ് ക്യാമ്പയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റിൽ അതായത് മമതയ്ക്ക് മാതൃക എന്ന് വേണമെങ്കിൽ പറയാവുന്നത് തമിഴ്നാട്ടിലെ
സ്റ്റാലിനാണ്. സ്റ്റാലിൻ ലീഗ് പ്രൂഫായിരുന്നു. അത് കോയമ്പത്തൂർ ആയാലും ശരി, കന്യാകുമാരി ആയാലും നമ്മൾ നോക്കിക്കോ, രണ്ടിടത്തും വളരെ ലീഗ് പ്രൂഫായിട്ടുള്ള ക്യാമ്പയിനും മെക്കാനിസവും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ജയിപ്പിക്കില്ല, BJP-കാരനെ ജയിപ്പിക്കില്ല എന്ന് തീരുമാനിച്ച് പ്ലാൻ ആണെങ്കിൽ ഈ 42 സീറ്റിൽ 2 സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നതായിരിക്കാം. ബാക്കി എത്ര കിട്ടും? 20-40 സീറ്റാണ്. കോൺഗ്രസ് എത്ര ഉണ്ട്? എൻ്റെ കണക്കുകൂട്ടലിൽ 18 സീറ്റുള്ള, കഴിഞ്ഞ തവണ 18 സീറ്റ് കിട്ടിയ BJP ഇത്തവണ കുറച്ച് സീറ്റ് കൂടി നഷ്ടപ്പെടാനാണ് സാധ്യത പുതിയ സാഹചര്യത്തിൽ. 20-25 സീറ്റ് നമുക്ക് ഇവർക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. 20 സീറ്റെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ബാക്കി 20 സീറ്റ് ഉണ്ട്. 20 സീറ്റ് BJP കിട്ടും എന്നുള്ളതാണ് നമുക്ക് കണക്കൂട്ടാം. ആസാമാണ് പിന്നെ ഉള്ളത്. 14 സീറ്റുള്ളത്. 14 സീറ്റിൽ 7 സീറ്റ് ഇത്തവണ കോൺഗ്രസിന് കിട്ടും. 7 സീറ്റ് അൺഡൗട്ടഡ്ലി എനിക്ക് പറയാം. പിന്നെ ഒക്കെ ചെറിയ 2-3 സീറ്റുള്ള ഗോവ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, നോർത്ത് ഈസ്റ്റ് മൊത്തം എടുത്ത് നോക്കിയാലും നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആരാണോ ഭരണത്തിൽ വരുന്നവരുടെ കൂടെ അവരങ്ങ് നിൽക്കും. അതാണ് മണിപ്പൂർ പ്രശ്നമായ ഏരിയ കംപ്ലീറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. മണിപ്പൂരിൽ 2 സീറ്റിലും കോൺഗ്രസ് ജയിക്കും. ഗോവ കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത. 2 സീറ്റും 2 സീറ്റ് ആം ആദ്മിയുടെ സപ്പോർട്ട് ഉണ്ട്. കോൺഗ്രസ് ജയിക്കും. അപ്പൊ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്നാണ് അങ്ങ് പറയുന്നത്. മോദി അത് വലിയ പ്രഡിക്ഷൻ ആണ്. നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം PT ജോൺ കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു നേതാവല്ല, ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന, ഇന്ത്യയിലെ മുഴുവൻ വെടിപ്പറയുന്ന, അവിടെയുള്ള ജനങ്ങളുടെയും അതേപോലെ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം വിശകലനം ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പറയുന്നു ഇത്തവണ മോദി അധികാരത്തിൽ വരില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.